ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ട്രിവാൻഡ്രത്തൊരു ചെറിയൊരു കറക്കമായാലോ. ആദ്യം തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. പിന്നെ സിനിമയ്ക്കൊക്കെ പോകാം, ചെറിയ കുട്ടി ഷോപ്പിംഗ് ഒക്കെ നടത്താം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബിരിയാണി കഴിക്കാനായിട്ട് നമ്മളിതാ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് കുമാർ കഫേയിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ബിരിയാണി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ എവിടെ എത്തി. പക്ഷേ എപ്പോഴും പോയാലും നല്ല തിരക്കായിരിക്കും. ഇപ്രാവശ്യം ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും അധികം ആരും ഇല്ലായിരുന്നു അവിടെ. അധികമൊന്നുമല്ല, ആരും തന്നെ ഉണ്ടായിരുന്നില്ല മുകളിലത്തെ നിലയിൽ. താഴെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറിയിട്ട് സീറ്റൊക്കെ ഞങ്ങൾക്ക് ആവശ്യത്തിലധികം. സാധാരണ ഇവിടെ എപ്പോഴും വെയിറ്റ് ചെയ്തിട്ടാണ് സീറ്റ് കിട്ടാറ്. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സീറ്റൊക്കെ നോക്കി ഞങ്ങൾ പുറത്തോട്ടൊക്കെ കാണുന്ന വ്യൂ പോയിൻ്റൊക്കെ നോക്കിയിട്ട് വന്നിരിക്കുക. എങ്ങനെ സീറ്റൊക്കെ പിടിച്ച് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചുറ്റിനുമുള്ള എല്ലാം കാണാം കേട്ടോ. അതായത് 4 റോഡ് വന്ന് ചേരുന്നുണ്ട്. അതുകൊണ്ട് ആ ഫുൾ വഴി നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ആ സീറ്റൊക്കെ പിടിച്ചു. പെട്ടെന്ന് തന്നെ ഇലയൊക്കെ വരികയും ചെയ്തു കേട്ടോ. ഇലയൊക്കെ വന്ന് ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. 1 ബൈ 1 ആയിട്ട് ഓരോരുത്തർക്കായിട്ട് ഇല ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിരിയാണിയുടെ സൈഡൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാം വന്നു. ഒരറ്റത്തുനിന്ന് പപ്പടം വന്നു. അടുത്തതാ വന്നത് മിൻറ്റിൻ്റെ ചട്നിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് 2 തരം പിക്കിളുണ്ടായിരുന്നു. ലെമണിൻ്റെ നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു, ഡേറ്റ്സിൻ്റെ ഒരു പിക്കിളും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് സലാഡ് വന്നു. അപ്പോൾ ബിരിയാണിയുടെ സൈഡൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയിൽ ഇതിൽ എല്ലാവർക്കും ഏതൊക്കെയാണ് ഫേവറേറ്റ് എന്ന് പറയണം കേട്ടോ. സൈഡ് ഡിഷിൽ ചിലർക്ക് അച്ചാറ് കൂട്ടി കഴിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചട്നി ആയിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ട്. എനിക്ക് സാലഡാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ അവരൊക്കെ വന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ബിരിയാണിയും വന്നിട്ടുണ്ട്. ഞങ്ങളൊരു പ്രോൺസ് പറഞ്ഞിട്ടുണ്ട്, ഒരു ബീഫ് ബിരിയാണിയും ഒരു മട്ടൻ ബിരിയാണിയും പറഞ്ഞിട്ടുണ്ട്. നല്ല വൈബായിരുന്നു കേട്ടോ. അതായത് നല്ല മഴയൊക്കെ ഉള്ള സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ചൂട് ബിരിയാണി കഴിക്കാനായിട്ട് വന്നിരുന്നിട്ടുണ്ട്. എൻ്റെ ലച്ചിക്കുട്ടി ഒരു ബിരിയാണി ലവറാണ് കേട്ടോ. അങ്ങനെ അവൾക്ക് ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ വരാത്തൊരു പോർഷൻ നോക്കി അവൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം നല്ല ബിരിയാണി കഴിക്കുക. ഇവിടുത്തെ ഊണും നല്ല സൂപ്പറാണ് കേട്ടോ. ഇവിടുത്തെ എല്ലാ ഫുഡും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡുകൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഗ്രീൻ സാലഡും പറഞ്ഞിട്ടുണ്ട്, അതും എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് തീർക്കൽ യജ്ഞത്തിലോട്ടാണ്. ലച്ചിക്കുട്ടി ആസ്വദിച്ച് സാലഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ യുദ്ധം കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ്. ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ടൈമായിട്ടില്ല, 2:30ക്കാണ് മൂവി തുടങ്ങുന്നത്. അപ്പോൾ ഗാന്ധി പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ശ്രീ പത്മനാഭയിലാണ് പോകുന്നത്. നമ്മളെ പത്മനാഭൻ്റെ മണ്ണിലാണ് നിൽക്കുന്നത്. നോക്കിയ കിഴക്കേ കോട്ടയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഞങ്ങൾ നിൽക്കുന്ന ഗാന്ധി പാർക്ക്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വലത് സൈഡിൽ നമ്മളെ ശ്രീ പത്മനാഭനും, ഇടത് സൈഡിൽ നമ്മളെ ചാല മാർക്കറ്റും. അപ്പം അവിടെ ഇവിടെ വന്ന് കുറച്ചൊന്ന് പാർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് കരുതി നിൽക്കുമായിരുന്നു. ആദ്യം തന്നെ കുട്ടിപ്പട്ടാളങ്ങൾ പാർക്കിലോട്ടെന്ന് കരുതി ഓടിപ്പോയി. പക്ഷെ പാർക്കായിരുന്നില്ല, അത് ജിമ്മായിരുന്നു. അങ്ങനെ ഒരു ചെറിയ ജിമ്മിൽ ജസ്റ്റ് പിന്നെ പോയതല്ലേന്ന് കരുതിയിട്ട് അവരവിടെ കയറി നിന്ന് കേട്ടോ. ഇവിടെ അത്യാവശ്യം വാക്കിങ്ങിനും നമുക്ക് വെയിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഇച്ചിരി നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. മഴയായതുകൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാർക്കാണെന്ന് കരുതി പോയിട്ട് ജിമ്മാണെന്ന് കണ്ടപ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷനായിരുന്നു. പിന്നെ മഴയൊക്കെ പെയ്ത് നന്നായിട്ട് നനഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരു മടിയാണ്. പക്ഷെ കുട്ടികളുടെ പാർക്കിൽ വളരെ കുറച്ച് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഗാന്ധിജിയൊക്കെ കണ്ടു, പത്മനാഭനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ നിൽക്കുക. ബിരിയാണിയും കഴിച്ചുകൊണ്ട് ആ പരിസരത്തോട്ടേ പോകുന്നില്ല കേട്ടോ. ഞങ്ങളതുകൊണ്ട് കുറച്ച് മാറി നിൽക്കുക. എന്നാലും പത്മനാഭനെ നോക്കാണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നോക്കിയിട്ടൊക്കെ ഇവിടെ പാർക്കിലോട്ട് വന്ന് പാർക്കിലടുത്ത് കളികളായി. പാർക്കിൽ അപ്പോൾ 2 റൈഡേ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ എൻ്റെ കുട്ടിക്കുറുമ്പിക്ക് ഇവിടെ മഴയായതുകൊണ്ട് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്ത് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ തിയേറ്ററിലാണ് കേട്ടോ സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ തിയേറ്ററിൽ സമയമായിട്ടില്ല, എന്നാലും വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ കരുതി ചാല മാർക്കറ്റിലൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. എന്തെങ്കിലുമൊക്കെ വാങ്ങാമല്ലോ. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങേണ്ടി വരും. അതറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ കെട്ടിയവൻ അതിനോട് വലിയ പ്രോത്സാഹനമൊന്നും തരുന്നില്ല. എന്നാലും പൊക്കിക്കൊണ്ട് പോവുക ഞങ്ങൾ. പക്ഷേ ഇവിടെ ഏത് മഴയത്തായിരുന്നാലും വെയിലത്തായിരുന്നാലും ഫുള്ള് തിരക്കായിരിക്കും കേട്ടോ റോഡ്. അതായത് അത്രമാത്രം തിരക്കുള്ളൊരു മാർക്കറ്റാണ്. അങ്ങനെ ഓരോന്നായിട്ട് നോക്കി നടക്കുക എന്ത് വാങ്ങണമെന്ന്. പിന്നെ ഞങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്തു, ഞങ്ങൾക്ക് മാറ്റ് വാങ്ങാം വീട്ടിലത്തേക്ക്. മഴയൊക്കെ അല്ലേ, ആവശ്യത്തിലധികം മാറ്റ് ഇട്ടാൽ പോലും ഞങ്ങൾക്ക് ഇത് പറ്റത്തില്ല. പിന്നെ ഞാൻ കുട്ടി ഇഡ്ഡലി തട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, മിനി ഇഡ്ഡലിയുടെ. ഇനി പുതിയ പരീക്ഷണങ്ങളാകാം. അങ്ങനെ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വാങ്ങിച്ചിട്ട് മൂവിക്ക് കയറിയിരിക്കുക. അടുത്തതാ മൂവി കാണാമെന്ന് കരുതി.
അപ്പോഴേക്കും ടൈമായിട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് മൂവിക്കൊക്കെ വന്ന് അങ്ങനെ ആ മൂവി കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ലോക എത്തി ലോക. അപ്പോൾ ഇന്ന് തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് മുന്നേ കാണണമെന്ന് വിചാരിച്ച സിനിമകളെല്ലാം കണ്ടു തീർക്കണം. അപ്പോൾ ഇത്രയുള്ള വിശേഷം. ബായ്.